വോട്ടിന്റെ ലീഡാണ് UDF. നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ 10,000 കടന്നിരിക്കുന്നു രാഹുൽ. 10,000 കടന്നിരിക്കുന്നു രാഹുലിന്റെ. വലിയ കുതിപ്പാണ് രാഹുലിന്. നോക്കൂ, 6,775 വോട്ടുകൾ, അതിൽ 5,000 വോട്ടിന്റെ ലീഡാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്. 2,251. NDA മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1,547. 10,000 വോട്ടിന്റെ കുതിപ്പ് രാഹുൽ. എന്തല്ലേ എന്തൊരു തകർക്കലാണ് തകർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ സമ്മതിക്കണം. രാഹുലിനെ കൊണ്ട് ഞാൻ തോറ്റു. മനോഹരമായ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ. പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിക്കുന്നു. അതിനുശേഷം പിരായിരിയിലേക്ക് വരുമ്പോൾ ലീഡ് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് കണ്ണാടിയും മാത്തൂരുമാണുള്ളത്. കണ്ണാടിയിലും മാത്തൂരിലും UDF ലീഡ് 10,208. 10,208. അതിൽ കണക്ക് മാറ്റണം. 10,208. രാഹുൽ മാങ്കൂട്ടത്തിൽ 10,208 വോട്ടുകൾക്ക് മുന്നിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു. ട്രോളി എന്തായി എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചവർ ചോദിക്കുന്നത്. ട്രോളി പെട്ടിയിലായി. ട്രോളിയും പെട്ടിയിലായി, പെട്ടിയിലായി, സുപ്രഭാതവും സിറാജും പെട്ടിയിലായി. അതല്ല, ഈ 4 ഷാഫിയേക്കാൾ മുന്നിൽ വരിക. അതെ, സന്ദീപ് ഇതിനകം വന്നു കഴിഞ്ഞു. ഷാഫിക്ക് മുന്നേ വന്നു കഴിഞ്ഞു. ഞാൻ ഒരു ചെറിയ ആളാണ്. ഷാഫി പണിയെടുത്തതെല്ലാം സന്ദീപ് കൊണ്ടു. 10,208 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. കഴിഞ്ഞ തവണ 3,883 വോട്ടുകൾക്ക് പാലക്കാട്ട് രാഹുലിന്റെ തേരോട്ടമാണ് പാലക്കാട്. അപ്പൊ ഇനി രാഹുലിന് അടൂരിലെ വോട്ട് മാറ്റി പാലക്കാട്ട് ചേർക്കാം. ആ ഫ്ലാറ്റ് അങ്ങ് വാങ്ങാം. തീർച്ചയായിട്ടും വാടക ഫ്ലാറ്റ് മാറ്റി പാലക്കാട്ട് ഒരു ഫ്ലാറ്റ് എടുക്കാം. രാഹുലിന് പാലക്കാട് സ്ഥിരതാമസക്കാരനാവും നല്ലത്.